അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ പണക്കാട് എം കെ തങ്ങൾ, പണക്കാട് എം കെ തങ്ങൾസ് PMS ആയുർവേദിക് റിസർച്ച് സെൻറ്റർ ആൻഡ് ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങൾ പാരമ്പര്യമായി വികസിപ്പിച്ചെടുത്ത 11 പ്രൊപ്രൈറ്ററി മെഡിസിനുകളെക്കുറിച്ച് ഒരു ലഘുവിവരം നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയദൈർഘ്യം ഭയന്ന് വിവിധ വീഡിയോകളിലായിട്ടാണ് ഞാൻ ഓരോന്നിനെയും നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അതിൽ കൃമിനാശിനി, അതുപോലെ തന്നെ W40 എന്നിവ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളെയാണ് ഇപ്പോൾ ഞാൻ പ്രതിപാദിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ സാധാരണയായി കണ്ടുവരാറുള്ള അപസ്മാരം അഥവാ എപ്പിലെപ്സി എന്ന രോഗം അത്ര നിസ്സാരമായി കാണാവുന്നതല്ല. സീസർ അഥവാ ഇളക്കം ഉണ്ടായാൽ മാത്രമാണ് എൻ്റെ കുഞ്ഞിന് എപ്പിലെപ്സി അഥവാ അപസ്മാരമുണ്ടായി എന്ന് പലരും മനസ്സിലാക്കുന്നത്. എന്നാൽ 98-ൽ പരം അപസ്മാര രോഗ വകഭേദങ്ങൾ കുഞ്ഞുങ്ങളിൽ കാണപ്പെടാറുണ്ട്. ബ്രെയിനൽ ടിഷ്യൂ ഗ്രോത്ത് അഥവാ തലച്ചോറിലുണ്ടാകുന്ന ട്യൂമറുകൾ, ചില നീർക്കെട്ടുകൾ, അതുപോലെ ബ്ലോക്കിംഗ് ഓഫ് ബ്ലഡ് വെയിൻസ്, തലച്ചോറിലെ ഞരമ്പുകളിലുണ്ടാകുന്ന രക്തസഞ്ചാരം തടസ്സപ്പെടുന്ന അവസ്ഥ വരിക, മറ്റ് ഇൻറ്റേർണൽ ഫ്രാക്ചറുകൾ, വീഴ്ച കൊണ്ടും മറ്റുമൊക്കെ സംഭവിക്കുന്ന ക്ഷതങ്ങൾ, നീർക്കെട്ടുകൾ തുടങ്ങിയവ കൊണ്ടും അപസ്മാരത്തിന് ഇടവരാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള EEG, CT, MRI തുടങ്ങിയ പരിശോധനകൾ നടത്തി അതിനാവശ്യമായ ചികിത്സകളാണ് നടത്തേണ്ടത്. എന്നാൽ ഇത്തരം പരിശോധനകളെല്ലാം നടന്നിട്ടും അതിലൊന്നും ഒരു കുഴപ്പവും കാണാതെയും അപസ്മാരം കാണപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇവിടെയാണ് അപസ്മാരത്തെ തിരിച്ചറിയാനാവാതെ ചികിത്സ ലഭിക്കാത്തത് മൂലം ഭാവിയിൽ ഉണ്ടാവാനിടയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നത്. പലവിധ ബുദ്ധിപരമായ അല്ലെങ്കിൽ മാനസികമായ വൈകല്യങ്ങൾക്കും ഭാവിയിൽ ഇത് കാരണമാകുന്നു. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, ഡ്രഗ്സിന് അടിമപ്പെടുക, ക്രിമിനൽ വാസന ഉണ്ടാവുക, കളവ് പോലത്തെ സാമൂഹിക ദ്രോഹം ചെയ്യാനുള്ള ഒരു ഉൾവിളി അല്ലെങ്കിൽ ഉൾപ്രേരണ ഇത്തരം ആളുകളിൽ ഉണ്ടാവുക, പലവിധ സംശയ രോഗങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അടിമപ്പെട്ട് പഠനത്തിലും തൊഴിലുകളിലും തൻ്റെ കരിയറുകളിലുമൊക്കെ തുടരാൻ കഴിയാതിരിക്കുക, ബന്ധങ്ങൾ ശിഥിലമാക്കുക, ചീത്ത കൂട്ടുകെട്ടുകൾ സ്ഥാപിക്കുക തുടങ്ങിയ പലവിധ മാനസിക വൈകല്യങ്ങൾക്കും ഭാവിയിൽ കാരണമാവുന്നു. ഇത്തരം ആളുകളെ എന്തെങ്കിലും പരിശോധനകൾക്ക് വിധേയമാക്കിയാൽ ഒന്നും തന്നെ ആ പരിശോധനകളിലൊന്നും കണ്ടെത്താനാകില്ല എന്നുള്ളതാണ് വിചിത്രം. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് ഒരു ചികിത്സ നടത്തുക പ്രയാസവുമാണ്. അവരതിന് തയ്യാറാവുകയുമില്ല എന്നത് മറ്റൊരു വസ്തുത. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ശ്വാസതടസ്സം, അതുപോലെ അകാരണമായി കരച്ചിൽ, കരഞ്ഞാൽ ശ്വാസം പോയി ഒളിക്കുക, നെളിച്ചിൽ, പിരിച്ചിൽ, വില്ലുപോലെ വളയൽ, ബ്രസ്റ്റ് ഫീഡിങ്ങിന് തയ്യാറാവാതിരിക്കൽ, ചിലപ്പോൾ ഒരു ബ്രസ്റ്റ് മാത്രം കുടിക്കുക, ഡോക്ടറെ കാണിച്ചിട്ടും വയറിളക്കം മാറാതിരിക്കുക, ചിലപ്പോൾ മാസങ്ങളോളം അത് തുടരുക, വയറ്റിന്ന് പോകാതിരിക്കുക, അതിനും മാസങ്ങളോളം ചികിത്സ ചെയ്തിട്ടും ഫലം കാണാതിരിക്കുക, ഇടവിട്ട് പനിക്കുക, ശരീരത്തിൽ അവിടെവിടെയായി ചൂട് പനി പോലെ കണ്ടുകൊണ്ടിരിക്കുക, പ്ലേറ്റ്ലെറ്റ് കൂടുതലോ കുറവോ ആയി കാണുക, WBC, ASO, ESR, യൂറിക് ആസിഡ് എന്നിവ എല്ലാം ഇത്തരം കുഞ്ഞുങ്ങളിൽ ബ്ലഡ് പരിശോധിച്ചാൽ കൂടുതലായി കാണുക, ഞെട്ടല്, മുട്ടല്, അലർജി, എപ്പോഴും കഫക്കെട്ടും ജലദോഷവും ഉണ്ടാവുക, കഴുത്തിലും അരഭാഗത്തും വ്രണം,
ശരീരത്തിൽ ചുവപ്പ് കളർ, ചപ്പട്ട പോലെ ഉണ്ടാവൽ, കരപ്പൻ, കാലുകളിലും മറ്റും മാറാത്ത ചേറ്റുപുണ്ണ്, അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റീസ് അഥവാ അടങ്ങിയിരിക്കാത്ത അവസ്ഥ പ്രകൃതം, നെട്ടോട്ടമോടുക, വിളിച്ചാൽ ശ്രദ്ധയില്ലാതിരിക്കുക, വിരശല്യം വർദ്ധിക്കുക, പഠനവൈകല്യം, വളർച്ചക്കുറവ്, പ്രായത്തിനനുസരിച്ചല്ലാത്ത പക്വത കൂടുന്നതായും അതുപോലെ പ്രായത്തിന് അനുസരിച്ചല്ലാത്ത പക്വത കുറഞ്ഞതായും കാണിക്കുക, ദേഷ്യം, വാശി, ബെഡിൽ മൂത്രമൊഴിക്കുന്ന പ്രവണത തുടങ്ങിയ ലക്ഷണങ്ങൾ, ഇതെല്ലാം ഈ രോഗത്തിൻ്റെ ബൈ പ്രോഡക്റ്റുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഈ സന്ദർഭങ്ങളിലൊക്കെ അടിസ്ഥാന കാരണത്തിന് ചികിത്സ ലഭിക്കാതെ വഴിവിഴിച്ചു പ്രകടമാവുന്ന ലക്ഷണങ്ങളെ മാത്രം നോക്കി ചികിത്സിക്കുന്നത് ഭാവിയിൽ ദുരവ്യാപകമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ആണ് കുട്ടികൾക്ക് ഈ അടിസ്ഥാന കാരണത്തിന് ചികിത്സ നൽകേണ്ടത്. കൂടെ പ്രകടമാകുന്ന എന്ത് രോഗങ്ങളാണോ ആ ലക്ഷണത്തിനും ചികിത്സിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം രോഗങ്ങളെയൊക്കെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് ഏറെ ഉപകാരപ്രദമായ തരത്തിലുള്ള ഔഷധ ചേരുവകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വിരശല്യത്തിന് ചികിത്സിക്കാതെ ഇത്തരം രോഗങ്ങളിൽ കൈവച്ചാൽ രോഗശമനം അസാധ്യമായി ഭവിക്കുമെന്നതിൽ സംശയമില്ല. കൃമിനാശിനി, W40 എന്നീ പേരുകളുള്ള ഞങ്ങളുടെ ഈ പ്രോഡക്റ്റുകൾ ഒരു ചികിത്സകന്റെ നിർദ്ദേശാനുസരണം ഉപയോഗിച്ചാൽ ഫലം ലഭിക്കുന്നതാണ് എന്നതിൽ സംശയമില്ല. പാണക്കാട് MK തങ്ങൾസ് PMS ആയുർവേദിക് റിസർച്ച് സെന്റർ എന്ന ഈ ഔഷധ നിർമ്മാണ യൂണിറ്റിൽ ഏകദേശം 300ഓളം ക്ലാസിക്കൽ മരുന്നുകളും 11 പ്രൊപ്രൈറ്ററി മെഡിസിനുകളും അനുബന്ധ മരുന്നുകളും ഒരു ഷോപ്പ് തുടങ്ങുന്നതിനും ഒരു ഏജൻസി തുടങ്ങുന്നതിനും ആവശ്യമായ എല്ലാ മരുന്നുകളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്, ലഭ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ കമൻറ്റിലൂടെ അറിയിക്കുകയോ ചെയ്യുക. എന്ത് നിർദ്ദേശങ്ങളാണെങ്കിലും അഭിപ്രായങ്ങളാണെങ്കിലും സംശയങ്ങളാണെങ്കിലും ഏത് നിമിഷവും തീർത്തു തരുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.